വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മൾ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി, രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി, എന്നിട്ട് നേരെ എങ്ങോട്ടാണ് പോയേ? നാലാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. ഇതേ ഇപ്പോൾ തിരിച്ച് എന്ത് ചെയ്തിരിക്കുകയാണ്? 3 തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷന് 1, 2, 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നെനിക്ക് തോന്നുന്നു. ഇനി ചില പിള്ളേർ പറയുന്നുണ്ട്, സാറേ 3 ചാപ്റ്റർ ഉണ്ടാകുമെന്നാണ് സ്കൂളിൽ ടീച്ചർ പറഞ്ഞത്. ഇനി ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എതിർക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ തന്നെ 3 ചാപ്റ്റർ കൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വിട്ടേക്കാം. അപ്പോൾ എന്താ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ് എന്നാണ്. നല്ല സൂപ്പർ പേര് അല്ലേ? ഫ്രം ദ റെയിനി ഫോറസ്റ്റ്, റെയിനി ഫോറസ്റ്റ് എന്ന് വെച്ചാൽ മഴക്കാട്, ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ്. എന്തുവാ ഈ പെർമാഫ്രോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം അല്ലെ? എന്താ ഫ്രോസ്റ്റ് എന്ന് വെച്ചാൽ 0 ഡിഗ്രിക്ക് താഴെ ടെമ്പറേച്ചർ വരുമ്പോൾ മഞ്ഞ് അല്ലെങ്കിൽ ഡ്യൂ അല്ലേ, മഞ്ഞ് തുള്ളികൾ ഐസായിട്ട് മാറുമ്പോൾ അതിനെ ഫ്രോസ്റ്റ് എന്ന് വിളിക്കാൻ നിങ്ങൾ 1 ചാപ്റ്റർ പഠിച്ചതാണ്. പെർമാഫ്രോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് കാണുന്ന മണ്ണിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് മഴക്കാടുകളും അതുപോലെ തന്നെ ഈ പറയുന്ന തണുത്തുറഞ്ഞു കിടക്കുന്ന നമ്മളതിനെ തുണ്ട്ര വെജിറ്റേഷൻ എന്ന് പറഞ്ഞ് 2 ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെ കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഐഡിയ കിട്ടിയില്ലെങ്കിലും ഇവിടെ പുറത്ത് കാണുന്ന പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് അല്ലേ? നല്ല മഴക്കാടുകൾ കാണുന്നുണ്ട്. ദേ ഇവിടെ ഒരു ചേട്ടൻ ഉടുപ്പൊന്നും ഇടാതെ നിൽപ്പുണ്ട്. ദേ ഇവിടെ ഒരുത്തൻ എസ്കിമോയാണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഇവിടെ മഞ്ഞുള്ള സ്ഥലത്തൂടി പട്ടി ഒരാളെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മഞ്ഞുമല കാണുന്നുണ്ട്. ദേ ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. ഇതിൽ നോർത്തേൺ ലൈറ്റ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ഈ പറയുന്ന നോർത്ത് ഭാഗം, ഈ ഭൂമിയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ഭാഗത്തൊക്കെ ആകാശത്ത് ഇങ്ങനെ ഈ പറയുന്ന പ്രകാശം കാണാറുണ്ട്. ഇതിന് വേറൊരു പേരും കൂടെ പറയും, ഞാൻ എൻ്റെ പേര് മറന്നുപോയി. നോർത്തേൺ ലൈറ്റ് എന്നാണ് ഇതിൻ്റെ പൊതുവെ പറയുന്ന പേര്. വേറൊരു പേരും കൂടി ഉണ്ട്, തുടങ്ങുന്നൊരു പേരാണ്, എന്താണെന്ന് ഓർമ്മയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടങ്ങാമല്ലോ ചാപ്റ്റർ. വലിയ രസമുള്ള ചാപ്റ്റർ ഒന്നുമല്ല, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. അപ്പോൾ ചാപ്റ്ററിന് തുടക്കത്തിൽ തലയും വാലും ബന്ധമൊന്നും ഇല്ലാതെ ഇവിടെ ഒരു കഥ പറഞ്ഞേക്കുകയാണ്. കഥയിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഒരാളൊരു യാത്ര പോയേക്കാണ്. എങ്ങോട്ടാണ് യാത്ര പോയേക്കുന്നത്? സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നാരിയന്മാർ, ഓക്കെ, അയ്യോ വേറെന്തോ പേര് പോലും തോന്നുന്നുണ്ട് അല്ലേ? NARYANMAR, നരിയന്മാർ എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത്. ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് പ്രൊണൗൺസിയേഷനൊക്കെ അടിച്ചു നോക്കിയപ്പോഴും നറിയന്മാർ എന്നൊക്കെ തന്നെയാണ് അതിനകത്ത് പറഞ്ഞു കേട്ടത്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും. ഇതെവിടെയാണ്? റഷ്യയിലൊരു സ്ഥലമാണ്. അപ്പോൾ റഷ്യയിലെ സ്ഥലത്ത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് പോയി. പക്ഷേ ഇയാൾ പോയേക്കുന്നത്, അല്ലെങ്കിൽ ഈ നാട്ടുകാരൻ, ഈ പറയുന്ന ആൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കയിലെ കോങ്കോ എന്ന് പറയുന്ന സ്ഥലത്തെ കാസായി പ്രോവിൻസിൽ നിന്ന് യാത്ര പോയേക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ എവിടോട്ടാണ് പോയേക്കുന്നത്? റഷ്യയിലുള്ള നരിയന്മാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന ഒരു നദീതീരത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ മഞ്ഞ് മൂടി കിടക്കുന്ന വെജിറ്റേഷനെ നമ്മൾ എന്താ വിളിക്കുന്നത്? തുണ്ട്ര വെജിറ്റേഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു? 2 ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? അപ്പോൾ തുണ്ട്ര റീജിയൻ അല്ലെങ്കിൽ തുണ്ട്ര വെജിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലത്ത്, അതികഠിനമായ തണുപ്പുള്ള സ്ഥലത്ത് കാണുന്ന വെജിറ്റേഷൻ ആണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വണ്ടർ അടിച്ചു പോയി അല്ലേ? അയാളുടെ നാട് പോലെ ആയിരുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന കോങ്കോ എന്ന് പറഞ്ഞാൽ എവിടെ? ഏതാ കണ്ടോ കോങ്കോ? ഈ നടുക്കൂടി പോയി ലൈൻ എന്തുവാടാ? ഇക്വേറ്റർ അല്ലേ? അപ്പോൾ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് കാണുന്ന കോങ്കോ ഏത് റീജിയനാണ്? പറ. 2 ചാപ്റ്റർ പഠിച്ചാണല്ലേ? ഇവിടെയാണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിലുള്ള ഒരു സ്ഥലമാണ് കോങ്കോ. അവിടെ നിന്ന് ഏതാണ്ട് ഈ ഒരു സ്ഥലത്തായിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത്, ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന നോർത്ത് പോളിൻ്റെ ഏതാണ്ട് അടുത്തായിട്ട്. അപ്പോൾ ഇവിടെയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് അല്ലേ? ആഹാര രീതിയിലായാലും ശരി തന്നെ, വസ്ത്രധാരണ രീതിയിലായാലും ശരി തന്നെ, എല്ലാം എന്താണ് വ്യത്യാസമാണ് അല്ലേ? മനുഷ്യൻ്റെ റീജിയൻ മൊത്തം ഇവിടെ വ്യത്യാസമാണ് അല്ലേ? അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ തണുപ്പെന്ന് വെച്ചാൽ 10 ഡിഗ്രിയാണ്. ഇവിടെ ഇപ്പോൾ ഇയാൾ നിൽക്കുന്ന ഈ പറയുന്ന നരിയന്മാരെന്ന് പറയുന്ന സ്ഥലത്ത് മാക്സിമം ചൂടെന്ന് പറയുന്ന 10 ഡിഗ്രിയാണ്. നമുക്കാണെങ്കിലോ, ഇക്വറ്റോറിയൽ റീജിയൻ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിലോ, നമ്മൾ പ്രോപ്പർ ഇക്വറ്റോറിയൽ അല്ലെങ്കിലും അങ്ങനെ കണക്കാക്കിക്കോ, ഇക്വറ്റോറിയൽ റീജിയൻ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 10 എന്നൊക്കെ വെച്ചാൽ നമുക്ക് ഭയങ്കര തണുപ്പാണ്. ആലോചിച്ച് നോക്കണം വ്യത്യാസം. തണുപ്പ് കാലത്ത് അത് 50 ഡിഗ്രി, -50 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര വണ്ടറായിപ്പോയി അല്ലേ? അയാൾ പറയുന്ന സ്ഥലത്താണെങ്കിൽ ഏത് നേരവും ചൂട് മഴയൊക്കെ ആയിട്ട് ആകെ ഒരു ഹ്യൂമിഡൊക്കെ ആയിട്ട് ഒരു പുഴുകിയ ടെമ്പറേച്ചറുള്ള സ്ഥലത്താണ് അയാൾ താമസിച്ചത്. അയാൾക്ക് ഇവിടെ വന്നപ്പോൾ എന്താണ്, AC പോലെയല്ല, ഫ്രീസറിനകത്ത് കയറിയിരിക്കുന്ന ഫീലാണ് കിട്ടിയത്. ആഹാര രീതിയിലുമൊക്കെ മൊത്തം വ്യത്യാസമാണ് അല്ലേ? ആഫ്രിക്കയുടെ ഭാഗത്തും നമ്മുടെ മരിച്ചിനി പുഴുങ്ങി തിന്നുകൊണ്ടിരുന്നവർ ഇവിടെ എത്തിയപ്പോൾ മീനാണ് മെയിൻ സാധനം. കാരണം ആ നാട്ടിൽ ഈ വെള്ളത്തിനടിയിലുള്ള മീൻ മാത്രമേ കിട്ടത്തുള്ളൂ. കൃഷിയൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ മൊത്തത്തിൽ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള 2 റീജിയനാണ്. ഈ 2 റീജിയനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗത്ത് പഠിക്കുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ 2 ചാപ്റ്റർ ഞാൻ ഇക്വറ്റോറിയൽ റീജിയൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. സെയിം സംഭവമാണ്. നോക്കിയോ, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഇവിടെ എന്ത് ചെയ്യുകയാണ്, റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നോക്കടാ,
എന്താ ഇവിടെ പറയുന്നത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന കോങ്കോയും അതുപോലെ തന്നെ ഈ പറയുന്ന നരിയന്മാരും ഒക്കെ മാപ്പിൽ എവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇക്വേറ്ററിൻ്റെ ഭാഗത്താണ് കോങ്കോ, ഈ പറയുന്ന നോർത്തേൺ ഭാഗത്താണ് എന്തുള്ളത്? നരിയന്മാർ അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗം ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാം ആദ്യം ആരെ പറ്റി പഠിക്കാൻ പോവുകയാണ്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ദാ കണ്ടു. ഈ മാപ്പ് ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 3ാമത്തെ ചാപ്റ്ററിലാണ് ആ മാപ്പ് ഉള്ളത്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കോപ്പി ചെയ്ത് വെച്ചേക്കുകയാണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡായ ഇക്വേറ്ററിൻ്റെ വശങ്ങളിൽ ഇരുവശത്തൊരു 10 ഡിഗ്രിക്കും അല്ലെ നോർത്തിനും സൗത്തിനും ഇടയിലായിട്ട് കാണുന്ന ഭാഗമാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. എവിടെയൊക്കെയുണ്ട്? നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, കുറച്ചായിട്ട് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. ഈ കോണ്ടിനെൻറ്റുകളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഏതൊക്കെ ഭാഗം? ഏഷ്യയുടെ മൊത്തം ഉണ്ടോ? ഇല്ല. ഏഷ്യയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗം, ഓസ്ട്രേലിയയുടെ മുകളിലത്തെ ഭാഗം, ഈ പറയുന്ന നമ്മുടെ ആഫ്രിക്കയുടെ സെൻട്രൽ ആഫ്രിക്കൻ ഭാഗം, അതുപോലെ നമ്മുടെ സൗത്ത് അമേരിക്ക പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രസീലും കൊളംബിയൊക്കെ വരുന്ന ആമസോൺ ബേസിൻ്റെ ഭാഗത്തുമാണ് എന്ത് കാണുന്നത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ കാണുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ നമുക്കിവിടെ പറയാൻ പറ്റും? ഇവിടെ ആമസോണിൻ്റെ ഭാഗത്താണെങ്കിൽ ബ്രസീൽ പറയാൻ പറ്റും, അതുപോലെ കൊളംബിയൊക്കെ പറയാൻ പറ്റും. ആഫ്രിക്കയുടെ ഭാഗത്താണെങ്കിൽ കോങ്കോ, നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പറഞ്ഞ കോങ്കോ, ഉഗാണ്ടയുടെ ഒക്കെ ഭാഗം രാജ്യങ്ങൾ ഇവിടെയാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണെങ്കിൽ മലേഷ്യ, അതുപോലെ തന്നെ നമ്മുടെ പപ്പുവ ന്യൂഗിനി ഐലൻഡ്, ഫിലിപ്പൈൻസിൻ്റെ ഭാഗമൊക്കെ ഇവിടെ വരുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് എന്ത് കാണുന്നത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ കാണും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാൻ എന്തിനാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിരിക്കുന്നത്? അതാ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. വിച്ച് കോണ്ടിനെൻറ്റ് ഡസ് ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ സ്പ്രെഡ് അക്രോസ്? ഏതൊക്കെയുടെ? ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ സ്ഥലങ്ങളാണ്. ഐഡൻറ്റിഫൈ ദ പ്ലേസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഏഷ്യയിലാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗമുണ്ട് സാറേ, അമേരിക്കയിലില്ല. സൗത്ത് അമേരിക്കയിലാണെങ്കിൽ ഇവിടെ ഉണ്ട് ആമസോൺ ബേസിൻ ഭാഗം വരുന്നുണ്ട്. ഏഷ്യയിലാണെങ്കിൽ പറഞ്ഞു, ആഫ്രിക്കയിലാണെങ്കിലോ സെൻട്രൽ ആഫ്രിക്കൻ ഭാഗം വരുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് റീജിയൻ. ഈ റീജിയനൊക്കെ ഏത് ടെമ്പറേച്ചർ സോണിലാണ് കിടക്കുന്നത്? 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? ഭൂമി നമ്മളിങ്ങനെ എടുത്തിട്ട് സർക്കിളാക്കി ഇങ്ങനെ വെച്ചിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്തു? ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിഡ്ജിഡ് സോൺ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. ഓർമ്മയുണ്ടോ? അതിൽ ഇക്വേറ്ററിൻ്റെ ഭാഗം, ഈ ഒരു ഭാഗം വരുന്ന ഏത് സോണിലാണ്? അത് ടോറിഡ് സോണിലാണ് അല്ലേ? അത് ഏത് സോണിലാണ്? ടോറിഡ് സോണിലാണ്. അപ്പോൾ ഈ പറയുന്ന ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ വരുന്നത് എവിടെയാണ്? ടോറിഡ് സോണിലാണ്. രാജ്യങ്ങൾ ഞാൻ പറഞ്ഞു, ഏതൊക്കെ രാജ്യങ്ങൾ വരുന്നുണ്ട്? നമ്മുടെ ഏഷ്യ എടുക്കുകയാണെങ്കിൽ ഇതാ നോക്കിയാൽ അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് വെച്ചാൽ എവിടെയായിരിക്കും? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനടുത്തായിട്ട് കാണപ്പെടുന്നു. 1ാമത്തെ പോയിന്റ്. നോട്ട് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ അല്ലേ? ഇനി അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി ചെന്ന് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഈ നോട്ട് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കമൻറ്റിൽ ചോദിക്കും, സാറേ നോട്ട് എങ്ങനെ കിട്ടും? ഹൗ ടു ഗെറ്റ് ദ നോട്ട്സ് എന്ന്. അപ്പോൾ ക്ലാസ് നേരെ കാണാതല്ലേടാ നീയൊക്കെ വന്ന് നോട്ട് ചോദിക്കുന്നത്? ക്ലാസ് ഫുള്ള് കാണാം, എന്നിട്ട് നോട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗത്താണ് കാണുന്നത്. നല്ല മഴയൊക്കെ ഉള്ള, മണ്ണൊക്കെ ഉള്ള, നല്ല കാടൊക്കെ ഉള്ള സ്ഥലമാണ്. അതവിടെ ഇരുന്നോട്ടെ, പിന്നെ നോക്കാം. ഏത് റീജിയനാണ്? ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റുകളിലാണ് കാണപ്പെടുന്നത്. ഏതൊക്കെ സ്ഥലങ്ങൾ വരും? സൗത്ത് അമേരിക്കയിലെ ആമസോൺ ബേസിൻ, സെൻട്രൽ ആഫ്രിക്കയിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ, അതുപോലെ തന്നെ നോർത്തേൺ ഓസ്ട്രേലിയയുടെ സ്ഥലങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഏത് ഹീറ്റ് സോണിലാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ പറയണം സാറേ, ടോറിഡ് സോണാണ്. 23 നോർത്തിനും 23 ഡിഗ്രി സൗത്തിനും ഇടയിൽ വരും. ഏതൊക്കെ രാജ്യങ്ങൾ വരും? ഏഷ്യയിലാണെങ്കിൽ ഇന്തോനേഷ്യ, മലേഷ്യ, പപ്പുവ ന്യൂഗിനിയ, ഫിലിപ്പൈൻസ്. ആഫ്രിക്കയിലാണെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഗ്യാബൺ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, ക്യാമറൂൺ വരും. സൗത്ത് അമേരിക്കയിലെ ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, പെറു, വെനസ്വേല റീജിയനൊക്കെ വരുന്നത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കിയത് ആ രാജ്യങ്ങളുടെ പേര്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ആ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ കാലാവസ്ഥയെ പറ്റി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. ഭയങ്കര ചൂടാണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നമ്മുടെ ഭൂമി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം വന്ന് ഏറ്റവും നേരെ വന്ന് വീഴുന്നത് എവിടെയാണ്? അത് ഈ പറയുന്ന ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ചൂടായിരിക്കും അല്ലേ? വർഷം മുഴുവൻ വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ എപ്പോഴും എന്തായിരിക്കും? ചൂടായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയേ, അറൗണ്ട് 27 ഡിഗ്രി സെൽഷ്യസോളാണ് അവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ മീൻ ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിലധികം കൂടാനും പോകുന്നില്ല, അതിലെന്ത് ചെയ്യാൻ പോകുന്നില്ല, അധികം കുറയാനും പോകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്നത് കൊണ്ടായിരിക്കും.
പ്രത്യേകത there is no winter in the equatorial climatic region. ഇവിടെ അങ്ങനെ വിൻ്റർ എന്ന് പറയുന്നൊരു സമയമില്ലടാ. ഡിസംബറൊക്കെ ആയിപ്പോയാലും ഇവിടെ എന്ത് പറ്റും, ആ സമയത്ത് പോയാലും നല്ല ചൂട് തന്നെ ആയിരിക്കും. അവിടെ വിൻ്റർ എടുത്തു പറയത്തക്ക ഒരു മഞ്ഞ് വീഴ്ചയോ അല്ലെങ്കിൽ മഞ്ഞിൻ്റെ അംശം തന്നെ വരുന്ന വിൻ്റർ ഒന്നും അധികം നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാറ് ഇല്ല. എന്തുകൊണ്ടാണ് ചൂട് കൂടുന്നത്? ഇൻസുലേഷൻ്റെ അളവ് ഭയങ്കര കൂടുതലായതുകൊണ്ടാണ്. അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ നമുക്കിവിടെ പോയിൻ്റായിട്ട് പഠിക്കാം. ഈ ചാപ്റ്റർ ഇങ്ങനെ കഥ പോലെ അങ്ങ് പോവുക. നിങ്ങൾ കഥ പോലെ കേട്ടിരുന്നു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതാവൊന്നും കാണത്തില്ല. സോ പഠിക്കാനുള്ള ചോദ്യങ്ങളും പോയിന്റുകളും ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. വൈ ഈസ് ഇറ്റ് കോൾഡ് ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് അലോങ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിനടുത്തായതുകൊണ്ടാണ് എന്ത് വിളിച്ചത്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് വിളിച്ചത്. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് വർഷം മുഴുവൻ കിട്ടും. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഹൈ ടെമ്പറേച്ചർ, ആവറേജ് ടെമ്പറേച്ചർ 27 ഡിഗ്രി വരെയാണ്. ഇനി അടുത്ത് മഴയെപ്പറ്റി പറയുകയാണെങ്കിലോ ഒന്നും പറയേണ്ട, ഭയങ്കര മഴയാണ്. ഓക്കെ, മഴയെന്ന് പറയുന്നത് എന്താണ്? ഹെവി ആയിട്ടുള്ള മഴയാണ്. മോർ ദാൻ 200 സെൻറ്റിമീറ്ററാണ് നമുക്കിവിടെ എന്ത് കിട്ടുന്നത്? മഴ കിട്ടുന്നത്. അപ്പോൾ നോക്കിയേ, രാവിലെയൊക്കെ ആകുമ്പോൾ ചൂടിങ്ങനെ തുടങ്ങി വരും. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും. അപ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂട് വരുമ്പോൾ നമ്മൾ പഠിച്ചു എന്തുണ്ടാകും? സഹിക്കാൻ പറ്റാത്ത ചൂട് ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ഇവിടെയുള്ള വാട്ടർ ബോഡീസിൽ നിന്നൊക്കെ എന്ത് പറ്റും? വാട്ടർ വേപ്പർ ഉണ്ടായിട്ട് അതിങ്ങനെ ഉയർന്ന് മുകളിലോട്ട് പോകും, അല്ലെ? ഹീറ്റ് റേഡിയേഷൻ മുകളിലോട്ട് പോകുന്നതിനോടൊപ്പം വാട്ടർ വേപ്പറും പോകും. അതിനെ എന്ത് പറഞ്ഞാൽ വിളിക്കുന്നത്? കൺവെക്ഷൻ എന്ന് പറയും. ഇത് വിളിക്കും കൺവെക്ഷൻ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇവിടെ കൺവെക്ഷനിലൂടെ ഹീറ്റ് പോയിട്ട് മഴ പെയ്യിപ്പിക്കും. എന്ത് റെയിൻഫോൾ? കൺവെക്ഷൻ റെയിൻഫോൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഹെവി റെയിൻഫോൾ ഉണ്ടാവും. മോർ ദാൻ 200 സെൻറ്റിമീറ്ററാണ് ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ മഴ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ടൈപ്പ് മഴയാണ് ഇവിടെ കൂടുതലും കാണുന്നത്? കൺവെക്ഷണൽ റെയിൻഫോൾ ആണ്. എന്താ കൺവെക്ഷൻ റെയിൻഫോൾ മാത്രമാണോ ഉണ്ടാകുന്നത്? അല്ല, ഇവിടെ എന്തുണ്ടാവാറുണ്ട്? മറ്റ് ടൈപ്പ് മഴകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നോക്കിക്കോ, the equatorial climatic region is the region where the rainfall is heavy and well distributed throughout the year. മഴ നന്നായിട്ടുണ്ട്, വർഷം മുഴുവനും ഉണ്ട്. ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 175 സെൻറ്റിമീറ്ററിനും 250 സെൻറ്റിമീറ്ററിനും ഇടയിലാണ് വരുന്നത്. ഈ സെൻറ്റിമീറ്റർ വെച്ച് എങ്ങനെയാണ് മഴ അളക്കുന്നത് എന്നുള്ളത് മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ ആണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇനി കൺവെക്ഷൻ റെയിൻഫോൾ മാത്രമാണോ ഉള്ളത്? അല്ല, ഇവിടെ ഓറോഗ്രാഫിക് റെയിൻഫോളും കിട്ടാറുണ്ട്. ഇവിടെ മൗണ്ടൻസ് ഒക്കെ കാണപ്പെടുന്ന ആഫ്രിക്കയുടെ റീജിയനിലും ഇന്തോനേഷ്യൻ റീജിയനിലും ഒക്കെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഓറോഗ്രാഫിക് റെയിൻഫോൾ കിട്ടാറുണ്ട്. എന്താ ഓറോഗ്രാഫിക് റെയിൻഫോൾ? കാറ്റും ഈർപ്പവും കൊണ്ടുവരുമ്പോൾ മൗണ്ടൻസ് തന്നെ തടഞ്ഞു നിർത്തുകയും അങ്ങനെ ഇത് മുകളിലോട്ട് ചെന്നിട്ട് ഇവിടെ മേഘങ്ങളായിട്ട് മാറിയിട്ട് പെയ്യുന്ന മഴയാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ, അല്ലെങ്കിൽ എന്ത് വിളിക്കും? റിലീഫ് റെയിൻഫോൾ എന്ന് പറയും. അതും കിട്ടാറുണ്ട് ഇവിടെ. അതിവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ രണ്ട് മഴയാണോ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ഇനിയും ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ് ഉണ്ടാകാറുണ്ട്. എന്ത് കാരണം? എയർ കറണ്ട് കാരണം, ഡോൾ ഡ്രം കാരണം. അയ്യോ, അതെന്തുവാ ഡോൾ ഡ്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭൂമിയുടെ ഇക്വേറ്ററിൻ്റെ ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാലേ വീണ്ടും പഴയ സംഭവം തന്നെ. ഇതാണ് ഇക്വേറ്റർ. സൂര്യപ്രകാശം വന്ന് വീഴുന്നു, ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുന്ന കാരണം എയർ ഹീറ്റാവുന്നു, അത് മുകളിലോട്ട് ഉയരുന്നു. അങ്ങനെ മുകളിലോട്ട് ഉയർന്നു പോകുന്ന ആ ഒരു 0 ഡിഗ്രിയുടെ ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഡോൾ ഡ്രം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡോൾ ഡ്രം. ഹൈ റേറ്റ് ഓഫ് ഇൻസുലേഷൻ ത്രൂ ഔട്ട് ഉള്ളത് കാരണം എന്ത് പറ്റും? ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യുകയും ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ എന്ന് പറയുന്നത് ഇവിടെ മിനിമം ആണ്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? എടാ, കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. വാട്ട് ഈസ് വിൻഡ്? അയ്യോ, എല്ലാം പോയി. വാട്ട് ഈസ് വിൻഡ്? വിൻഡ് ഈസ് ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ. വിൻഡ് ഈസ് ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ. ദേ ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ വിൻഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ മുകളിലോട്ട് പോകുന്നതിന് എന്തെന്ന് വിളിക്കും? എയർ കറണ്ട് എന്ന് വിളിക്കും. ഒന്നാമത്തെ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഞാനത് പറഞ്ഞു തന്നിരുന്നു, മറന്നുപോയി കാണും. അപ്പോൾ എയർ കറണ്ട് എന്ന് വെച്ചാൽ മുകളിലോട്ടുള്ള ഹീറ്റ്, എയറിൻ്റെ മൂവ്മെൻറ്റ്. വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി ഉള്ള മൂവ്മെൻറ്റ്. ഇവിടുത്തെ പ്രശ്നം 0 ഡിഗ്രിയുടെ ഭാഗത്തുള്ള പ്രശ്നം, സൂര്യപ്രകാശം നന്നായിട്ട് വരുന്നതുകൊണ്ട് ഇവിടെ മൊത്തം ലോ പ്രഷർ ആവുന്നു. അതായത് എയർ മൊത്തം ഹീറ്റായിട്ട് എയർ കറണ്ടായിട്ട് മുകളിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് എന്തില്ല? ഹൊറിസോണ്ടൽ വിൻഡ് ഇല്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ചൂടായ കാറ്റ് എപ്പോഴും മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എന്ത് പറ്റും? ഇവിടെ ഉണ്ടാകുന്ന ഈ ജെറ്റ് സ്ട്രീം പോലെയുള്ള കാര്യങ്ങൾ അതിലോട്ടൊന്നും പോകണ്ട. എന്ത് പറ്റും? ഈ മുകളിലോട്ട് പോകുന്ന കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് അത് കാരണം ഇവിടെ സൈക്ലോണുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സൈക്ലോൺ ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് മഴ പെയ്യും. നമ്മളതിനെ എന്ത് വിളിക്കും? സൈക്ലോണിക് റെയിൻഫോൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സൈക്ലോണിക് റെയിൻഫോൾ എന്ന് വിളിക്കും. അതാണ് ഇവിടുത്തെ കാര്യം.
അങ്ങനെ ഇവിടെ എന്ത് കിട്ടും? സൈക്ലോൺ കാരണം ഉണ്ടാകുന്ന മഴയും കിട്ടും. അപ്പോൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെ മഴകൾ കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, സാറേ ഇവിടെ എല്ലാ ടൈപ്പ് മഴയും കിട്ടും. ഓക്കെ, അപ്പോൾ കൺവെക്ഷൻ റെയിൻഫോൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടെന്ന ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇവിടെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതാ കിടക്കുന്ന കണ്ടോ, ഹൗ ഡസ് കൺവെക്ഷൻ റെയിൻഫോൾ ഒക്കർ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കൺവെക്ഷൻ റെയിൻഫോൾ എന്ന് ചോദിച്ചാൽ ഞാനിവിടെ തന്നിട്ടുണ്ട്. എന്താണ്? സൂര്യൻ്റെ ചൂട് കാരണം ഭൂമി ചൂടാവുകയും എയർ റൈസായി മുകളിലോട്ട് പോവുകയും അങ്ങനെ റൈസാവുന്ന എയർ തണുക്കുകയും കണ്ടൻസ് ചെയ്യുകയും ക്ലൗഡുകളായിട്ട് മാറുകയും ചെയ്ത് പെയ്യുന്ന മഴയാണ് കൺവെക്ഷൻ റെയിൻഫോൾ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? കൂടുതൽ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഇതുണ്ടാകുന്നത്, അല്ലേ? സഡൻ ആയിട്ട് ഹെവി ആയിട്ടുള്ള മഴ ഉണ്ടാകും, തണ്ടറും ലൈറ്റ്നിങ്ങും ഉണ്ടാകും, കാണുന്നത് ഇക്വറ്റോറിയൽ റീജിയനിൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഡസ് കേരള എക്സ്പീരിയൻസസ് കൺവെക്ഷൻ റെയിൻഫോൾ? ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. നമുക്കൊരു സമ്മർ സമയമുണ്ട്, അല്ലേ? ഏതൊക്കെയാണ്? മാർച്ച്, ഏപ്രിൽ, മെയ്. ആ മാസങ്ങളിൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? കൺവെക്ഷൻ റെയിൻഫോളും കിട്ടാറുണ്ട്. ഉച്ച കഴിഞ്ഞ് മഴ കിട്ടാറില്ല ഈ ഒരു സമയത്ത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ചോദ്യം, ഏതൊക്കെ ടൈപ്പ് റെയിൻഫോളാണ് ഇക്വറ്റോറിയൽ റീജിയനിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം കൺവെക്ഷൻ ഉണ്ട്, ഓറോഗ്രാഫിക് ഉണ്ട്, സൈക്ലോണിക്കും ഉണ്ട്. കൺവെക്ഷൻ ആണ് ഏറ്റവും പ്രോമിനൻ്റ് ആയ റെയിൻഫോൾ, കാരണം സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട്. എന്നാൽ മൗണ്ടൻസ് ഉള്ളത് കൊണ്ട് കാറ്റടിച്ച് ഇന്തോനേഷ്യ, ആഫ്രിക്കൻ റീജിയനിൽ ഓറോഗ്രാഫിക് റെയിൻഫോൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ പറയുന്ന ഡോൾഡ്രം എന്ന് പറഞ്ഞ് എയർ ഇങ്ങനെ അടിച്ച് മുകളിലോട്ട് പോകുന്ന കാരണം ഈ പറയുന്ന ഇക്വറ്റോറിയലിൻ്റെ ഭാഗത്ത് എന്ത് കിട്ടാറുണ്ട്? പെട്ടെന്ന് സൈക്ലോണുകൾ ഫോം ചെയ്ത് സൈക്ലോണിക് റെയിൻഫോളുകളും ഉണ്ടാകാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ പറയുന്ന പാരഗ്രാഫിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അൺലൈക്ക് ദ മൺസൂൺ ക്ലൈമറ്റ് ഓർ ദ സവാന റീജിയൻ ദർ ഇസ് നോ ഡിസ്റ്റിങ്ക്റ്റ് ഡ്രൈ സീസൺ ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ വിൻ്റർ ഇല്ല, മഴ മൊത്തമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സമ്മർ സമയം എന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴും ചൂടാണെങ്കിൽ എപ്പോഴും എന്ത് കിട്ടാറുണ്ട്? മഴ കിട്ടാറുണ്ട്. അങ്ങനെ അബണ്ടൻ്റ് ആയി റെയിൻഫോൾ കിട്ടാറുണ്ട് വർഷം മുഴുവനും. ഓക്കെയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റുകളൊന്ന് റിപ്പീറ്റ് ചെയ്തേ. എന്താ പറഞ്ഞത്? ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എവിടെ കാണുന്നു? ഏഷ്യയിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും, ആഫ്രിക്കയിൽ സെൻട്രൽ ആഫ്രിക്കയിലും, സൗത്ത് അമേരിക്കയിലെ ആമസോൺ ബേസിൻ്റെ ഭാഗത്തുമൊക്കെ കാണുന്നതാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അവിടെ എന്തുകൊണ്ടാണ് പ്രത്യേകത? എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ സൂര്യപ്രകാശം കൂടുതലാണ്. സൂര്യപ്രകാശം കൂടുതലായതുകൊണ്ട് അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യാറുണ്ട്? നല്ല മഴയും കിട്ടാറുണ്ട്. 27 ഡിഗ്രിയോളം ആവറേജ് ടെമ്പറേച്ചർ വരുന്നുണ്ട്. ഭയങ്കര ചൂട്, വർഷം മുഴുവൻ ചൂട്. അതുകൊണ്ട് വിൻ്റർ സീസൺ ഒന്നും അവിടെ ഉണ്ടാകാറില്ല. പക്ഷേ എങ്കിലും എപ്പോഴും മഴ പെയ്യും. എന്ത് മഴ? കൂടുതലും പെയ്യുന്നത് കൺവെക്ഷൻ മഴ. എന്നാൽ മലകളുള്ള സ്ഥലത്ത് ഓറോഗ്രാഫിക് മഴയും, ഈ പറയുന്ന ഇക്വേറ്ററിൻ്റെ കറക്റ്റ് ഭാഗത്ത് ഡോൾഡ്രം എന്ന കാറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം അവിടെ എന്ത് കിട്ടാറുണ്ട്? സൈക്ലോണിക് മഴയും കിട്ടാറുണ്ട്. സെറ്റാണ്. ഈ മഴയുടെ കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു മഴക്കാലവും വരണ്ട കാലവും ഒന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴും മഴയാണ്, എപ്പോഴും മഴയാണ്. പക്ഷേ ആഫ്രിക്ക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ വരണ്ട് കിടക്കുന്ന സ്ഥലമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇക്വേറ്ററിൻ്റെ ഭാഗത്തുള്ള ഈ ആഫ്രിക്ക നല്ല രീതിയിൽ മഴ കിട്ടുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനത്തെ മഴയെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ആനുവൽ റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ റെക്കോർഡ് ഇൻ 2 ഡിഫറൻറ്റ് പാർട്ട് ഓഫ് ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്, 2 സ്ഥലങ്ങൾ എടുക്കുകയാണ്. കോലാലംപൂർ എടുക്കുകയാണ്, അതുപോലെ തന്നെ ഇവിടെ എടുക്കുകയാണ് നമ്മുടെ കൊളംബിയ എടുക്കുകയാണ്. ഇതാ ഈ ഭാഗത്താണ് കോലാലംപൂർ എന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെയാണ് കോലാലംപൂർ. എന്നാൽ ഈ ഒരു ഭാഗത്താണ് കൊളംബിയയുടെ ഭാഗം. അപ്പോൾ ഇവിടെ രണ്ടിടത്തുള്ള ക്ലൈമറ്റ് റീജിയൻ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഇതേ കിടക്കുന്നു കോലാലംപൂർ. എവിടെയാണ് കോലാലംപൂർ? മലേഷ്യയിലാണ് കോലാലംപൂർ. എവിടെയാണ്? മലേഷ്യയിലാണ്. അടുത്ത് വരുന്നതാണ് ബൊഗോട്ട. ബൊഗോട്ട എവിടെയാണ്? കൊളംബിയയിലാണ്, സൗത്ത് അമേരിക്കയിലാണ്. രണ്ടിടവും നോക്കി കൊള്ളാം, നല്ല രസം. ജനുവരി, ഫെബ്രുവരി, അങ്ങനെ മാസം ഡിസംബർ വരെ മഴ നോക്കിയേ. 209, 174, 268, 300, 246, 174, 183, 219, അങ്ങനെ 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 മഴ ഭയങ്കരമാണ്. ചൂടും അത്യാവശ്യമുണ്ട്. 25.1, 25.7, 26, അങ്ങനെ എന്താണ്? ചൂടുമുണ്ട്, മഴയും ഉണ്ട്. അതിലേറ്റവും കൂടുതൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മഴ കിട്ടുന്നത് നവംബർ മാസത്തിലാണ്. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് എവിടെയാണ്? നവംബർ മാസത്തിലാണ്. ഈ നവംബർ മാസത്തിൽ ആവറേജ് ടെമ്പറേച്ചറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്ന് നോക്കാം. കണ്ടോ, ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് 25ഓളം വരെ, ഈ നീല വരെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ പോകുന്ന മഴ കണ്ടോ, അപ്പോൾ അതിവിടെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം 25ഓളം ടെമ്പറേച്ചറും ഉണ്ട്. ഏറ്റവും കുറവ് മഴ കിട്ടുന്നത് എപ്പോഴാണ്? എൻ്റെ ഒരു കാഴ്ച അനുസരിച്ച് ജൂൺ മാസത്തിലാണെന്ന് തോന്നുന്നു, അല്ലേ? ജൂണിലല്ലേ ഏറ്റവും കുറവ് മഴ കിട്ടുന്നത്, അല്ലേ? നമ്മൾ അവിടെ നിന്ന് സ്ട്രൈറ്റ് വരച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ പോകും. ജൂണിലാണ് ഏറ്റവും കുറവ് മഴ കിട്ടുന്നത്. ടെമ്പറേച്ചർ പക്ഷേ അപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. നേരെ നമുക്ക് ബൊഗോട്ടയിൽ പോയി കഴിഞ്ഞാൽ ഓഗസ്റ്റിലാണ് നമുക്ക് ഏറ്റവും കുറവ് മഴ കിട്ടുന്നത്. ഓഗസ്റ്റ് മാസം. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് ഏപ്രിൽ മാസത്തിലുമാണ്. ഓക്കെ, ആയിക്കോട്ടെ, കാര്യങ്ങൾ നോക്കട്ടെ. ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് മീൻ മന്ത്ലി ടെമ്പറേച്ചർ ഓഫ് ദീസ് 2 പ്ലേസസ് നോക്കിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും?
ഹയസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ഏതാണ്ട് ഒരു 25, 26 അടുപ്പിച്ച് വരും. 26 ഇല്ല, 25 വരും. ഇവിടെയാണെങ്കിലോ ഏതാണ്ട് ഒരു 14 അല്ലേ, ഇവിടെ ഒരു 14 തന്നെ ആവറേജ് ടെമ്പറേച്ചർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആനുവൽ മഴയും എന്താണ് അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. നോക്കിക്കോ, കോലാലംപൂർ ഹയസ്റ്റ് ടെമ്പറേച്ചർ 26.7 ഡിഗ്രി സെൽഷ്യസ് മെയ് മാസത്തിലാണ്. ബൊഗോട്ടയിൽ ഹയസ്റ്റ് ടെമ്പറേച്ചർ 13.3 ഡിഗ്രി ഓഗസ്റ്റിലാണ്. ലോവസ്റ്റ് ടെമ്പറേച്ചർ 25 ഇവിടെയാണെങ്കിലോ 12. ഓക്കെ, ഇവിടെയാണെങ്കിൽ 12. ആനുവൽ റെയിൻഫോൾ 26 to 26.7 to 25 ഇവിടെയാണെങ്കിലോ ഏതാണ്ട് ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 13.3 to 12.5 വ്യത്യാസം. റെയിൻഫോൾ എന്ന് പറയുന്നത് എല്ലാ മാസവും കിട്ടാറുണ്ട്. ഓക്കെ, വെറ്റസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഏപ്രിൽ ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇത് മെയ് ആണ്. ഇവിടെ ഡ്രൈയസ്റ്റ് എന്ന് പറയുന്നത് ജൂൺ ആണെങ്കിൽ ഇവിടെ എപ്പോഴാണ്, ജാനുവരിയാണ്. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ഇക്വറ്റോറിയൽ റീജിയനിലാണ് കോലാലംപൂറും ബൊഗോട്ടയിലും ഉള്ളതെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഉണ്ട്, നല്ല രീതിയിൽ മഴ കിട്ടുന്നുണ്ട്, മിനിമം ടെമ്പറേച്ചർ വേരിയേഷൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എപ്പോഴും ചൂടും മഴയും ഇവിടെ കിട്ടും. എന്തിനാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കൊടുത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പിടികിട്ടിയില്ല കേട്ടോ. നിങ്ങൾക്ക് പിടികിട്ടുകയാണെങ്കിൽ പറ, എന്തോ ഒരു ഉദ്ദേശിക്കുന്നുണ്ട്. എന്നിട്ട് ദേ പറയുകയാണ്, ദേ നോക്കടാ കിളിമഞ്ചാരോയിലോട്ട് പോ, അങ്ങോട്ട് പോ, കിളിമഞ്ചാരോയിലോട്ട് പോ. ഒരു പാട്ടുണ്ട് എന്തിരൻ സിനിമയ്ക്കകത്ത്, കേട്ടിട്ടുണ്ടോ? കിളിമഞ്ചാരോ എന്ന് പറഞ്ഞിട്ട് രജനീകാന്ത് ഐശ്വര്യ റോയിയൊക്കെ ഉള്ള പടം. അതിൽ കിളിമഞ്ചാരോ മൗണ്ടൻസ് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന് ഈ കിളിമഞ്ചാരോ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ കിളിമഞ്ചാരോ എന്ന് പറയുന്നൊരു മൗണ്ടൻ എവിടെയുണ്ട്? ആഫ്രിക്കയിലുണ്ട്. മഞ്ഞ് മൂടി കിടക്കുകയാണ്. ചോദ്യം, ഇക്വറ്റോറിയൽ റീജിയനിലാണെങ്കിലും എന്തുകൊണ്ടാണ് കിളിമഞ്ചാരോയിൽ മഞ്ഞ് മൂടി കിടക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ഓൾട്ടിറ്റ്യൂഡ് ദ ടെമ്പറേച്ചർ വിൽ ഗെറ്റ് ഡിക്രീസ്ഡ് അല്ലേ. നോർമൽ ലാപ്സ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അപ്പോൾ ഈ കിളിമഞ്ചാരോ പർവ്വതം നല്ല ഉയരത്തിലായതുകൊണ്ടാണ് അവിടെ എന്തുള്ളത്, മഞ്ഞ് മൂടി കിടക്കുന്നതെന്നുള്ള അർത്ഥം അല്ലേ. അതുകൊണ്ടാണ് കിളിമഞ്ചാരോയിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് മഞ്ഞ് ഉരുവാത്ത. ഓൾട്ടിറ്റ്യൂഡ് മുകളിലാണ്. അപ്പോൾ എന്ത് പറ്റും, ലോ അറ്റ്മോസ്ഫിയർ പ്രഷറും ടെമ്പറേച്ചറും അവിടെ കുറവായിരിക്കും. അങ്ങനെ ഭയങ്കര ചൂടും ഭയങ്കര മഴയൊക്കെ പെയ്തിട്ട് എക്സസീവ് ഹ്യൂമിഡിറ്റിയും ഹൈ റേറ്റ് ഓഫ് ഇൻസുലേഷനും ഒക്കെ കാരണം ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വയറ്റ് ഒപ്രസീവ്, സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, മോഡറേറ്റിംഗ് എഫക്റ്റ് ഓഫ് വിൻഡ് ഉള്ളത് കാരണം കടൽ തീരത്തുള്ള പ്രദേശങ്ങളിൽ വലിയ കുഴപ്പമില്ല. ഇത് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലും രണ്ടാമത്തെ ചാപ്റ്ററിലും ഒക്കെ പഠിച്ച പോയിൻ്റാണ് അല്ലേ. തീരത്തോട് അടുത്ത് കിടക്കുന്ന സ്ഥലത്ത് അധികം ചൂടും ഉണ്ടാകത്തില്ല, അധികം തണുപ്പും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പറയുന്നത്. ഓക്കെ, കണ്ടക്ട് എ ക്ലാസ് റൂം ഡിസ്കഷൻ ടു കമ്പയർ ക്ലൈമറ്റിക് കണ്ടീഷൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ആൻഡ് കേരള. നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഹൗ ദ ക്ലൈമറ്റ് ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ ഡിഫർ ഫ്രം ദ ക്ലൈമറ്റ് ഓഫ് കേരള? മനസ്സിലാവുന്നുണ്ട്. The significant feature of the equatorial climatic region include consistently high temperature and heavy rainfall throughout the year. ആയിക്കോട്ടെ, ഇനി ഈ പറയുന്ന ഹൈ ടെമ്പറേച്ചറും ഹൈ ഹ്യൂമിഡിറ്റിയും കാരണം ഇവിടെ നല്ല രീതിയിൽ മരങ്ങൾ വളരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ചൂട് കൂടുമ്പോൾ മരം കരിഞ്ഞു പോകുകയല്ലേ വേണ്ടതെന്ന്. അങ്ങനെയൊന്നുമില്ല. നല്ല ചൂടുണ്ടെങ്കിൽ നല്ല മഴയും കിട്ടുന്നുണ്ടെങ്കിൽ ചെടികളൊന്നും കരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, നല്ല അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ വെജിറ്റേഷൻ ഉണ്ട്. അതിനെപ്പറ്റി അടുത്ത ക്ലാസ് പഠിക്കാമല്ലോ. ഇപ്പോൾ തന്നെ ഉറങ്ങി വീണ് കാണും പലരും. സോ അത് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ ബൈ ബൈ.